Good morning, students. This playlist is our paper vector calculus differentiation and transforms MAT102. This paper last module number 5 Fourier transform. Fourier transform is university question. Find the Fourier integral representation of the function f of x is equal to 1 if mod x less than 1, 0 if mod x greater than 1. The July 2021 7 market question KTU ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഫോറിയർ ഇന്റഗ്രൽ ആയിട്ട് എഴുതാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ആദ്യം ഉപയോഗിക്കാം. ഫോറിയർ ഇന്റഗ്രൽ. ഫോറിയർ ഇന്റഗ്രൽ ഫോർമുല എന്താണ്? f of x is equal to formula 1 by pi integral 0 to infinity a lambda cos lambda x plus b lambda sin lambda x then d lambda. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോ ഒരു ഫംഗ്ഷനെ ഫോറിയർ ഇന്റഗ്രൽ ആയിട്ട് എഴുതണമെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഫോർമുല ഇതാണ്. f of x is equal to 1 by pi. ഫോറിയർ ഇന്റഗ്രൽ ആണ്. f of x equal to 1 by pi integral 0 to infinity a lambda cos lambda x plus b lambda sin lambda x d lambda. അതിൽ a lambda കണ്ടുപിടിക്കണം. a lambda കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി f of t cos lambda t dt. ഇതിൽ a lambda കാണാനുള്ള ഫോർമുല മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി f of t cos lambda t dt. അതുപോലെ b lambda കാണാനുള്ള ഫോർമുല എന്താണ്? Integral minus infinity to plus infinity f of t sin lambda t dt. ഈ രണ്ട് ഫോർമുലാസ് ഉപയോഗിച്ച് a ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക, b ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഫോറിയർ ഇന്റഗ്രൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആദ്യം നമുക്ക് a ലാംഡ കണ്ടുപിടിക്കാം. a ലാംഡ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് f of t ആണ്. f of t തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x ആണ്. അതിന് നമ്മൾ x ന്റെ സ്ഥാനത്ത് t കൊടുക്കുമ്പോൾ f of t is equal to 1 if mod t less than 1, 0 if mod t greater than 1. x ന്റെ സ്ഥാനത്ത് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നു? t കൊടുക്കുന്നു. അപ്പൊ f of t is equal to 1 if mod t less than 1, 0 if mod t greater than 1. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണ്? നമുക്ക് ഈ t യുടെ ലിമിറ്റ് കിട്ടണം. t യുടെ ലിമിറ്റ് കിട്ടാനായിട്ട് ഈ മോഡ് ടി എന്നുള്ളത് ലെസ് ദാൻ 1 ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ടി ലെസ് ദാൻ 1 ആണ്. അതുപോലെ തന്നെ പ്ലസ് ടി ലെസ് ദാൻ 1 ആണ്. മൈനസ് ടി ലെസ് ദാൻ 1 എന്നുള്ള ഇക്വാളിറ്റി നമ്മൾ മൈനസോട് ഗുണിച്ചു കഴിഞ്ഞാൽ ടി ഗ്രേറ്റർ ദാൻ മൈനസ് 1 ആവും. അപ്പൊ ഈ ഇക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. ഈ ഇക്വാളിറ്റി എന്നുള്ളത് റിവേഴ്സ് ആവും. റിവേഴ്സ് ആവുമ്പോൾ ടി ഗ്രേറ്റർ ദാൻ മൈനസ് 1 ആവും. ഇവിടെ ടി എന്നുള്ളത് ലെസ് ദാൻ 1 ആവും. Therefore t lies between -1 and +1. അപ്പൊ ടിയുടെ ലോവർ ലിമിറ്റ് നമുക്ക് എന്ത് കിട്ടും? ടി -1 കൂടുതലാണ്, ടി 1 ചെറുതാണ് എന്ന് പറയുമ്പോൾ ടി ലൈസ് ബിറ്റ്വീൻ -1 and +1. അപ്പൊ നമ്മൾ -1 to +1. f of t എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾ ടി ലെസ് ദാൻ 1 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. 1 into cos lambda t dt. cos lambda t dt. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ cos lambda t ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നോക്കി ഈ cos lambda t എന്നോട് ഈവൻ ഫംഗ്ഷൻ ആണ്. cos lambda t ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് we can apply the properties of even function. ഈവൻ ഫംഗ്ഷൻ പ്രോപ്പർട്ടി ഉണ്ട്. -a2 + a f of x dx is equal to 2 times 0 to a f of x dx when f of x is even. ഈ cos lambda t എന്നുള്ള ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണ്. cos lambda t even function ആയതുകൊണ്ട് നമുക്ക് we can apply the properties of even function. even function property apply ചെയ്യുമ്പോൾ 2 times 0 to a f of x dx ആണ്. ഇവിടെ നമുക്ക് എന്ത് വരും? 2 times 0 to 1 cos lambda t dt. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. cos lambda t ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താകും? നമുക്ക് sin lambda t divided by lambda 0 to 1 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടും? നമുക്ക് 2 into ടിക്ക് 1 കൊടുക്കുമ്പോൾ sin lambda by lambda 0 കൊടുക്കുമ്പോഴോ 0 ആയി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 2 sin lambda by lambda. അപ്പൊ നമുക്ക് a ലാംഡയുടെ വാല്യൂ നമ്മളോട് എഴുതി വെക്കാം.
എ ലാംഡയുടെ വാല്യൂ എത്രയാണ് 2 sin ലാംഡ ബൈ ലാംഡ. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0, sin 0 0 ആണ്. അപ്പൊ എ ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ആരുടെ വാല്യൂ കിട്ടേണ്ടത് ബി ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടണം. ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അടുത്ത ബി ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ എ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ച് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. എ ലാംഡയുടെ വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഫോർമുല -∞ പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് ടി കോസ് ലാംഡ ടി ഡിറ്റി. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് റീപ്ലേസ് ചെയ്ത് ടി കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ എഫ് ഓഫ് ടി എന്നുള്ളത് നമുക്ക് 1 കിട്ടുന്നു. ടിയുടെ ലിമിറ്റ് മോഡ് ടി ലെസ് ദാൻ 1 ആകുമ്പോൾ ടി ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1 -1 +1 cos lambda t dt. ഇത് സിംപ്ലിഫിക്കേഷൻ കുറച്ച് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഈവൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ -8a f of x dx എന്നുള്ള 2 times 0ta f of x dx ആണ്. അപ്പോൾ 2 times 0 to 1 cos lambda t dt ആവും. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin lambda t by lambda t യുടെ കോഎഫിഷ്യന്റ് താഴെ എഴുതുന്നു. ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് 1. then നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ t ക്ക് 1 കൊടുക്കുമ്പോൾ sin lambda by lambda 0 കൊടുക്കുമ്പോൾ 0 ആയി പോകും. അപ്പോൾ 2 sin lambda by lambda a ലാംഡയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ആരുടെ വാല്യൂ കിട്ടണം b ലാംഡയുടെ വാല്യൂ കിട്ടണം. b ലാംഡയുടെ വാല്യൂ നോക്കാം. b ലാംഡയുടെ വാല്യൂ ബി ലാംഡയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -∞ to +∞ f of t sin lambda t dt എന്നാണ്. -∞ to +∞ f of t sin lambda t dt ഇതാണ് ഫോർമുല. ഈ ഫോർമുലയില് ഇവിടെ ടിയുടെ ലിമിറ്റ് ഏതാണ് -1 to +1. f of t എത്രയാണ് 1 into sin lambda t dt. ഇത് നോക്കാം. ഇവിടെ ഈ sin lambda t എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. sin lambda t ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. -8a f of x dx is equal to 0 when f of x is odd. f of x ഓഡ് ആണെങ്കിൽ -8a f of x dx ന്റെ വാല്യൂ എത്രയായിരിക്കും? 0. അപ്പൊ ഈ ആൻസർ നമുക്ക് എത്ര കിട്ടും? 0 കിട്ടും. അപ്പൊ b ലാംഡയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? b ലാംഡയുടെ വാല്യൂ 0. അപ്പൊ a ലാംഡയുടെ വാല്യൂ കിട്ടി, b ലാംഡയുടെ വാല്യൂ കിട്ടി. ഇനി ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഈ തന്നിരിക്കുന്ന ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കാം. 1 by f of x, therefore f of x is equal to 1 by pi integral 0 to infinity. a ലാംഡയുടെ വാല്യൂ എന്തായിരുന്നു? 2 sin lambda by lambda cos lambda x d lambda. b ലാംഡയുടെ വാല്യൂ എത്രയായിരുന്നു? b ലാംഡയുടെ വാല്യൂ 0. അപ്പൊ ഈ ടേം മൊത്തമായിട്ട് 0 ആയി പോയി. ബാക്കി നമുക്ക് എന്തുണ്ട്? d ലാംഡ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? f of x is equal to 1 by pi integral 0 to infinity 2 sin lambda by lambda cos lambda x d lambda. നമുക്ക് 2 വേണ്ടി പുറത്തെടുക്കാം. അപ്പൊ 2 by pi integral 0 to infinity sin lambda cos lambda x by lambda d lambda. ഇതാണ് നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ. ഇതാണ് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ. അപ്പൊ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഫംഗ്ഷൻ f of x എന്താണ്? 2 by pi integral 0 to infinity sin lambda cos lambda x by lambda d lambda. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഫോർമുല ഏതാണ്? ഫോറിയർ ഇന്റഗ്രൽ f of x. ഫോറിയർ ഇന്റഗ്രൽ f of x എന്താണ് ഫോർമുല? 1 by pi integral 0 to infinity a lambda cos lambda x പ്ലസ് ബി ലാംഡ സൈൻ ലാംഡ എക്സ് ഡി ലാംഡ. അതാണ് നമ്മുടെ ഫോർമുല. ഈ എഫ് ഓഫ് എക്സിന്റെ ഫോർമുല ആണ് ഫോറിയർ ഇന്റഗ്രൽ. ഇവിടെ നമ്മൾ എ ലാംഡ കാൽക്കുലേറ്റ് ചെയ്യണം, ബി ലാംഡയും കാൽക്കുലേറ്റ് ചെയ്യണം. എ ലാംഡ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല എന്താണ്? ഇന്റഗ്രൽ -∞ to +∞ എഫ് ഓഫ് ടി കോസ് ലാംഡ ടി ഡി ടി. ബി ലാംഡ കാൽക്കുലേറ്റ് ഫോർമുല എന്താണ്? ഇന്റഗ്രൽ -∞ to +∞ എഫ് ഓഫ് ടി സൈൻ ലാംഡ ടി ഡി ടി. ഇത് രണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? f of x is equal to 2 by pi integral 0 to infinity sin lambda cos lambda x by lambda d lambda. ഇത് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.